തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരായ ഭീഷണി പ്രസംഗത്തിൽ യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ പരാതിന്മേലാണ് നടപടി. തുടർന്ന് റസാഖിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രവർത്തകർ ഹാരമണിയിച്ചും മുദ്രാവാക്യം വിളിച്ചും റസാഖിന് സ്വീകരണം നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ച തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മണ്ഡലം യൂത്ത് ലീഗ് നടത്തിയ ഏകദിന ഉപവാസ സമരത്തിനിടെയായിരുന്നു റസാഖിന്റെ ഭീഷണി പ്രസംഗം. ഡോക്ടർമാരെ ആശുപത്രി കവാടത്തിന് പുറത്തുവച്ച് കൈകാര്യം ചെയ്യുവാനും മടിക്കില്ലെന്നും അതിന് ജയിലിൽ പോകാനും മടിക്കില്ലെന്നുമായിരുന്നു പ്രസംഗം. സംഭവത്തിൽ കേസെടുത്ത തിരൂരങ്ങാടി പോലീസ് ഇന്നാണ് റസാഖിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ KGMOയെ റസാഖിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ ഫെബിന തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ എല്ലാ ഡോക്ടർമാരെയുമല്ല താൻ ഉദ്ദേശിച്ചതെന്നും മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഏതാനും ചില ഡോക്ടർമാർക്കെതിരെയാണ് താൻ സംസാരിച്ചതെന്നും റസാഖ് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തി റസാഖ് അറസ്റ്റ് വരിക്കുകയായിരുന്നു. പിന്നാലെ യൂത്ത് ലീഗ് പ്രസിഡന്റിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പുറത്തിറങ്ങിയ റസാഖിനെ ഹാരമണിയിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ സ്വീകരിച്ചു. അതേസമയം ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് റസാഖ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഡോക്ടർമാരുടെ പെരുമാറ്റം മാറ്റുന്നതുവരെ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.